അപ്പോൾ ഇന്ന് മഴയൊക്കെയല്ലേ, അപ്പോൾ ഞാനൊന്ന് ഏലാഞ്ചി ഉണ്ടാക്കാൻ പോകട്ടെ. ഏലാഞ്ചി ദോശ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഞാനൊരു മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. മുട്ട ഒഴിക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തോളാം. നമ്മൾ വേണമെങ്കിൽ മിക്സിയിലിട്ട് കറക്കിയാലും കുഴപ്പമില്ല കേട്ടോ. മിക്സിയിൽ നമ്മൾ മൈദയും ഈ മുട്ടയും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം മിക്സിയിലൊന്നും അടിക്കണില്ല, കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. നല്ല രസം. കുറച്ച് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ മാവായാലും ഉണ്ടാക്കുന്നത്. പിന്നെ അതോടെ ഇരിക്കട്ടെ. നമുക്ക് അതിനുള്ള തേങ്ങയും ശർക്കരയിൽ ഇട്ടിട്ടാ. എല്ലാവരും പഞ്ചസാര എല്ലാവരും കൂടുതലുണ്ടാക്കുക, പക്ഷെ ഞാൻ ശർക്കരയായിട്ട് ഇടുന്നത്. ശർക്കരയിൽ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഞാൻ വിളയിച്ചെടുക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കി കേട്ടോ. ഏലാഞ്ചി ദോശ ഇതായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നെയ്യ് വേണമെങ്കിൽ. ചിലർക്ക് ഈ നെയ്യുടെ ചുവയൊന്നും പിടിക്കില്ല, പക്ഷേ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒത്തിരി നമ്മൾ നെയ്യ് ഉപയോഗിക്കണം, നല്ലതാട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. നെയ്യുടെ അധികം കുത്തുപാടില്ല, അത് കാരണം കേട്ടോ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലർ തിരിച്ചിടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ തിരിച്ചിടില്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് തന്നെ ശർക്കര, എല്ലാവരും ഈ പഞ്ചസാരയല്ല, പക്ഷെ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കട്ടെ, അധികം നല്ലത് വേണ്ടാതെ വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാൻ കല്ല് ചൂടുണ്ട് അതിന് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടും. ചിലർ പ്ലേറ്റിലേക്ക് ഓരോ ദോശ ഉണ്ടാക്കിയിട്ടാണ് ഇടാം. ഞാൻ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഏലാഞ്ചി റെഡി ആയി കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ശർക്കരയിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അവിടെ പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ.